അതന്നെ ഇത് കറക്റ്റ് അൻഷന്റെ മാർക്ക് ബ്ലോഗ് കൊടുക്കുന്നുള്ള പ്ലാനിങ്. ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങള് ഹലോ ഗായ്സ് ഞങ്ങൾ ഇന്ന് അതാണ് സ്ഥലാണ്. സ്ഥലം ഒപ്പം മറക്കും. ഇപ്പൊ ഞങ്ങള് മുതുമല ഫോറസ്റ്റ് കൂടെ ഞങ്ങൾ ഈ പോണത്. എന്താ പച്ചപ്പ്! ഏത് നിമിഷം കാണാൻ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോ ആന കണ്ടില്ല. ആന കണ്ടു. പക്ഷെ ഈ ആന കണ്ടപ്പോൾ പ്രശ്നം എന്താ വെച്ചാല് കുഞ്ഞുട്ടി പേടിച്ചു. എന്താ കുഞ്ഞുട്ടി ഇങ്ങനെ പേടിക്കണേ? എന്താ പ്രശ്നം? ആനകൾ ഏത് നിമിഷവും അക്രമകാരികളാവുന്ന ജീവികളാണ്. അതിനെ പേടിക്കണമെന്നില്ല. ചിലപ്പോ കുട്ടിമാനോ തന്നെ അതെന്തേ ജി റൂട്ട് നേരെ വന്നിട്ടില്ല? ഈ റൂട്ടിന് പ്രത്യേകത ഉണ്ട്. അതായത് 2 സംസ്ഥാനങ്ങളിൽ കടന്നു പോണ റൂട്ടാണത്. അതെ, ചളില്ല കാര്യം. അതായത് നമ്മൾ കേറുന്ന തമിഴ്നാട് കൂടെയാണ്, പക്ഷെ ഇതിന്റെ ബന്ദിപ്പൂർ എന്ന് പറഞ്ഞ കർണാടകയാണ്. അപ്പൊ 2 സ്റ്റേറ്റുകൾ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒറ്റ ഫോറസ്റ്റ് ആണ് ഈ ബന്ദിപ്പൂർ, മുതുമല, തൊപ്പക്കാട് നാട്ടി ഫോറസ്റ്റ്. ഇവിടെ ഒരുപാട് വന്യജീവികളുണ്ട്. ആന, കടുവ, കാട്ടുപോത്ത്, മയില്, ഒട്ടകല്ല മറ്റേ പുലി, എല്ലാതരം ജീവികളുണ്ട്. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെ കാണാൻ സാധിക്കും. മാനുകൾ ഇഷ്ടം പോലെ. ഈ ഭാഗത്തേക്ക് നോക്കിക്കോ. ആനകൾ റോട്ടിൽ കണ്ടോ? റാഷിയ ഈ ഭാഗത്ത് എന്തുണ്ടോ പറഞ്ഞേ? എന്ത് ഇവിടൊക്കെ ചോപ്പ. അതല്ലേ കൊമ്പുകൾ പൊട്ടിച്ചെടുക്കണേ, അതാ ഞാൻ പറഞ്ഞേ. ചിവീടുകൾ കണ്ടമാണ്. കാണുമ്പോ സംഭവം നേക്കാണ്. നമുക്ക് ഈ റൂട്ടിൽ കൂടെയുള്ള ഒരു യാത്ര, എന്ന് പറയുമ്പോ നല്ല രസമാണ്. കണ്ടില്ല? കാട്ടിലിപ്പോ എല്ലാരും പോയിക്കൊണ്ടൊന്നും കാണുന്നില്ല. അതല്ല ചോദിക്കാൻ, സീരിയസ് ആയിട്ട് ചോദിക്കണം. കണ്ടുണ്ടാവില്ല. എന്താ കാട്ടാ? കഴിഞ്ഞാൽ നമുക്ക് കാട്ടുപോത്തിനെ സ്പോട്ട് ചെയ്യാം, അതേപോലെ ആന സ്പോട്ട് ചെയ്യാം. കുറച്ച് ഉള്ളിലേക്ക് എത്തണം. കടുവനെ റയറായിട്ട് കാണുള്ളൂ. കടുവനെ കാണാൻ ഓന് മൂക്ക് പൊത്തിട്ട് ജലദോഷം കിട്ടോ. വല്ല തീവ്രവാദിയൊന്നുമല്ല. എടാ എന്തോ കണ്ടുകണേ വണ്ടി. ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞെടുത്തോ. ഇതാണ് ചങ്ങമര കാട്ടുപോത്തിന് കണ്ടു. നമ്മളിപ്പോ ഫസ്റ്റ് മൃഗത്തെ കാണുന്നത് കാട്ടുപോത്തിനെയാണ്. കൊറേ ഉണ്ട്, കൊറേ ഞങ്ങള് കണ്ടു. അതെ ഞാൻ പറഞ്ഞില്ലേ കാട്ടുപോത്തിനെ കാണുന്നുള്ളത്. അതെ സത്യം. അതെ, അത് ഈ രാത്രി റൂട്ട് ചിലപ്പോ വന്ന കുറെ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാന്നുള്ള ലെവൽക്കാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്നത് ഈ നേരത്തെ. അല്ല, പഞ്ചായത്ത് ലോഡ്ജ് നമ്മ എടുത്തില്ലെങ്കിൽ കുഞ്ഞുട്ടി എടുത്തു. അത് എവിടെടാ ആന? ഇവിടെ ഉണ്ടാവും. ഇഷ്ടപ്പെടുന്ന ജീവിയോ? നല്ല പശു ഉണ്ട് ഇവിടെ. നല്ല ചാണകത്തിന് മണുണ്ട് ഇവിടെ. അങ്ങോട്ട് നോക്കൂ. എങ്ങട്ട്? കടുവ ഈ ഇവിടെ തുല കുറച്ച് അങ്ങോട്ട് എത്തണം. ചാളിന്ന് പറഞ്ഞ ഇതാ എവിടെ? കാട്ടുപന്നി, സുത്തമാണ് കാട്ടുപന്നി. അടുത്ത മൃഗത്തെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ സാധനം അതാണ് പറഞ്ഞത്. ഇച്ചിരി അടുത്ത മൃഗമല്ല. അല്ല, നാട്ടിൽ പോകുമ്പോഴേ പണിക്ക് പോകുമ്പോഴേ ഇഷ്ടം പോലെ കാണും. മയിലിനെ കാണും പോലെ. ഇഷാമിന്റെ പേരിനെ കൂടെ ഇങ്ങനെ പോലെ ഉണ്ട്. ഇനി മാനുകളെ കലവറ വരണ്ട്. ഇഷ്ടം പോലെ മാനുകൾ. അതായത് ആ സൈഡിലും മാന്, ഈ സൈഡിലും മാന്, മൊത്തം മാന്. നമ്മളെ വണ്ടിയിൽ വരെ മാന്, കുട്ടിമാൻ.
അതെ വണ്ടി വരെ മാണ്ട് ആ കുട്ടിയല്ലേ ഈ വലിയ മാണ്ട് കാണും. ഇതാടാ ആന 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 ഇത് നമ്മളെ ഇതുണ്ടോ വളർത്തുന്ന ആനയാണ്. ഇത് നമ്മൾ ഈ റൂട്ട് പോകുമ്പോ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഈ ആനയൊക്കെ. അവിടെ അടിയിലൊന്നും ഇവിടെ അല്ലേ ഇവിടെയാണ് മുതുമല ആന വളർത്തൽ കേന്ദ്രം. ഈ ഏരിയയിലാണ്. പിടിക്കുന്ന ആനകളൊക്കെ വളർത്തിയാണ് മറ്റേ കുങ്കിയാനകളാക്കി മാറ്റുന്ന സ്ഥലമാണ്. കുഞ്ഞാപ്പെന്ന് പറഞ്ഞ ആരാ നമ്മളാകണ ആനകള് ഇപ്പൊ കാണങ്ങൾക്ക്. മസനഗുടി വലത്തേക്ക് കുറച്ച് കഴിഞ്ഞാല് റോഡെത്തും. അവിടുന്ന് വലത്തേക്ക് പോയ മസനഗുടി, വലത്തോട്ട് പോയ മസനഗുടി, നേരെ പോയി കഴിഞ്ഞാല് ഇവിടെ ഈ നേരത്ത് ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് ഏകദേശം 7 മണി ആവാനായി. ആന കണ്ടു മക്കളെ. സാധനം ഇത്ര നേരം നമ്മള് വെയിറ്റ് ചെയ്യാനി ഇപ്പൊ ആന കണ്ടിട്ടുണ്ട്. കണ്ടോ ഇതേ സാധനം കിട്ടി. കണ്ടോ ഞാൻ പറയില്ല ആന കാണുന്നുള്ളത്. ഇച്ച പറഞ്ഞെല്ലാം നടക്കണ്ടല്ലോ. അതായത് ഞാൻ നടക്കണ്ടേ അതായത് ഈ റൂട്ടിലൂടെ ഞാൻ ഒരുപാട് അത് സംഭവം പറഞ്ഞൊന്നും നടക്കില്ല. ആദ്യമായിട്ടാണ് അതായത് ഞാൻ ഈ റൂട്ടിലൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ആന കണ്ടിട്ടുണ്ട്, കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്. അതായത് ഞങ്ങള് ഇത്ര വട്ടം ഒരു കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് പോയിനി. അപ്പൊ ഞങ്ങളൊരു ആന കണ്ടു. അതാണ് ഈ പാവപ്പെട്ട ആന. ഇന്ന് കണ്ടതും ഇത് സെയിം അവസ്ഥ. ഇതെന്താ അറിയില്ല. ഇത് കൊമ്പനാണ്. അത് കൊമ്പൻ. പക്ഷെ രണ്ടും പാവപ്പെട്ട ആനകള്. ഞങ്ങളൊരു എക്സ്പീരിയൻസ് വിചാരിച്ചാ പോണത്. ഇതിലേ നടക്കണം. അതെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ പേടിച്ചിട്ട് അറിയോ ആരെയറിയോ? ഞങ്ങള് ഡ്രൈവറാണിത്. ഏതൊക്കെ കുഴിയുണ്ടോ കുണ്ടുണ്ടോ ആ സ്ഥലത്തെല്ലാം ഈ വണ്ടി ഒന്ന് നിർത്തി അതൊക്കെ ചാടിച്ചിട്ട് മാത്രമേ പോവുള്ളൂ. അതെ ഇവര് കുണ്ട് വരുമ്പോ ഇനി കാട്ടി തന്നെ കേട്ടോ. ഒന്ന് എന്റെ ആ സ്കില്ലെടുത്ത് ഇവിടെ. ഇത് ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞോണ്ടാട്ടോ. അവിടെ മയിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണും എന്താ അറിയില്ല. മയില് ഏത് ഈ കാട്ടുന്നോ എപ്പോഴും കാണുന്നില്ലോ. പക്ഷെ ഇജ് പറഞ്ഞിട്ട് കാണുന്നേ. അതായത് എപ്പോഴും കാണുന്നില്ല. പക്ഷെ നമുക്ക് ഭാഗ്യണ്ട്. വീരപ്പം മരിച്ചോണ്ട് ഇല്ലാന്നുണ്ടെങ്കി ഇവിടെ പോ. അപ്പൊ ശരിക്കും അതായത് കടുവനെ കണ്ടാച്ച എങ്ങനെ പ്രാങ്ക് ചെയ്യാം. രാത്രി റൂട്ട് വരുമ്പോ നമുക്ക് ഭാഗ്യണ്ടെങ്കിൽ മാത്രമേ ഇത് കാണുള്ളൂ കേട്ടോ. റൂട്ട് വരുമ്പോ മാത്രം. 1 കിലോമീറ്റർ വരെ അങ്ങോട്ട് കാണുന്നുണ്ട്. എങ്ങോട്ട് കണ്ടോ? ആരടാ ഈ നാട്ടിക്കോയ? സ്പോട്ട് ചെയ്തോ? റാഷിയ കാര്യം പറയും കണ്ടിനോ? സീരിയസ് ആയിട്ടാ? ഞാൻ വെറുതെ പറയില്ല. ഞാൻ മറ്റേതാണ് ഒന്നായിട്ട് ഉണ്ടാക്കിട്ടല്ല പറയാ. അത് പിടിക്കാനാണ്. ഒരു ആന മിസ്സായി ഗൈസ്. നമ്മൾ പോണ വഴിക്ക് ഒരു ആന ഉണ്ടായിരുന്നു. ഈ റൂട്ട് വരുമ്പോ ഒരു ആന കാണുന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക ഒരു രസമാണ് ഈ രാത്രി. നല്ല സ്പോട്ട് കേട്ടോ റാഷിനെ. ആ മുഖത്തേക്ക് ഫ്ലാഷ് സ്പോട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണില്ല. അങ്ങോട്ട് ആനൊക്കെ നോക്കിയാ ഗൈസ്. അങ്ങനെ രണ്ടാമത്തെ ആനയെ നമുക്ക് മിസ്സായിട്ടുണ്ട്. ആ നമ്മുടെ ആന സ്പോട്ട് ചെയ്യണ ഈ റാഷിയാണ്. ഇന്ന് നമ്മള് കാണുമ്പോത്തിനോ ആന പോയിട്ടുണ്ടോ? ഇതെന്തത്? നിങ്ങൾക്ക് എന്നെ കണ്ടോന്ന് അറിയില്ല. കണ്ടു ഗൈസ്. ഞാൻ ഒരു ഇത് പറയാൻ വേണ്ടിട്ട് അങ്ങനെ രാത്രി
ഇപ്പൊ ഞങ്ങള് കർണാടകന്റെ ബോർഡർ എത്തിയിട്ടുണ്ട്. ഇനി ബന്ദിപ്പൂര് ടൈഗർ റിസർവ് ആണ് കയറാൻ പോണത്. പക്ഷെ ഈ ഏരിയ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഈ ടൈമായിട്ടും. ഇതേപോലെ ഇട്ടടിക്കുകയാണെങ്കിൽ ഒരു 12 മണിക്ക് എത്തും. നമ്മൾ ബത്തേരി പോകണമെങ്കിൽ നേരം വെക്കും. നമ്മൾ ബത്തേരി പോവാ, ബത്തേരി പോയിട്ട് ടൈം പോവാ. അതായത് നാളെ രാവിലെ എല്ലാവർക്കും ക്ലാസ് അല്ല, എല്ലാവർക്കും വർക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. നമുക്ക് തിരിച്ചു വന്നിട്ട് തുറപ്പള്ളിന്ന് ചായയും കുടിച്ചിട്ട് അങ്ങനെ പോകാൻ വേറെന്നുണ്ടേ. ഇനി തുറപ്പള്ളി എത്തിയിട്ട് അവിടുന്ന് സുൽത്താൻ ബത്തേരി പോയിട്ട് പിന്നെ നാട്ടിൽ 2, 3, 4 മണിക്കാവും. അത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മള് സഹിക്കേണ്ടി വരും. നമ്മള് കുത്തിർന്ന് പോവാ. ഇങ്ങോട്ട് പോരുമ്പോഴേ തടിയില്ലേ മാപ്പ് നോക്കിയാ പോരെ. വണ്ടിക്ക് എന്താ ഒരു ചാഞ്ചാട്ടോ. അങ്ങനെ ഗായ്സ് ഞങ്ങള് ബന്ദിപ്പൂര് ടൈഗർ റിസർവ് കിടക്കാണ്. നിങ്ങൾ കടുവനെ കണ്ടോ? മരത്തിന്റെ മേലെ കടുവുണ്ട്. കണ്ടാണ് അത് വേറെ ആരോ സ്പോട്ട് ഇതിനെ നമ്മള് കണ്ടതോ. അങ്ങനെ മാന കണ്ടു. മാന കണ്ടോ? ഓ മക്കളെ കണ്ടു. മാന കണ്ടോ? മാന്റെ കണ്ണൊക്കെ തെളുങ്ങണേ. ഇത് പ്രത്യേകതരം മാനാണോ? സ്പോട്ട് ചെയ്ത് വീണ്ടും നമ്മൾ കാണുന്ന ആനകൾ മൊത്തം പാവപ്പെട്ട ആനകളാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മരന്റെ കരളില് വെളിപകരണ കഹിരാവ് ഇന്നാണ് പിടിച്ച് പിടിച്ച് മണിയറയിൽ മാരൻ നേരത്തെ മുത്തം കവിളത്ത് വേണ്ടെന്ന് ഇവിടുന്ന് ഒരു സൗണ്ട് കേട്ടു. പക്ഷെ എന്താണോ എന്താണ് സാധനത്തിന് മിസ്സായി നമുക്ക്. കൊമ്പനല്ലടാ, കൊമ്പൻ ഇങ്ങനല്ലല്ലോ. അതിന്റെ സൗണ്ട് വേറല്ലേ. പിന്നെ ഏതാ അങ്ങനല്ലേ വരിക. പിന്നെ ആനന്റെ സൗണ്ട് എങ്ങനെ? ഇപ്പൊ നമ്മള് കേട്ടത് ആനെ അല്ലേ? നമുക്ക് എല്ലാം ആരടാ കരടി ആവാൻ ചാൻസ് ഉണ്ട്. കരടിന്റെ ഏകദേശം ശബ്ദം പോലെയാണ് കേട്ടത് തന്നെ. ആന ചിഹ്നങ്ങൾ ഇങ്ങനല്ലല്ലോ. ഇത് ചെറിയൊരു സൗണ്ട് ഉള്ളൂ. പെണ്ണുങ്ങളോട് ചൂടായതേക്കരേ. ഒരു ഫീൽ ഞാൻ ആന മുന്നിക്ക് വന്നിട്ട് വരെ നെട്ടിയിട്ടില്ല. പിന്നെയാണ് ഈ ചെറിയ സൗണ്ട് കേട്ടപ്പോ. ആരോട് ഞങ്ങള് കണ്ടുപോടുന്നേ ഫേക്ക് ന്യൂസ്. ഇതെല്ലാം ഫേക്ക് ന്യൂസ് ആണ്. ആന സ്പോട്ട് ചെയ്തു 3 എണ്ണം കണ്ടുകൾക്ക്. അങ്ങനെ ബന്ദിപ്പൂര് റൂട്ടിൽ നിന്ന് വന്ന് ഞങ്ങളിവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹോട്ടൽ ഹരിതഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തി. ഫുഡ് എന്താ അവസ്ഥ എന്ന് അറിയില്ല. ജസ്റ്റ് പോയോക്കാം. പോകുന്ന വഴിക്ക് കടുവനെ കണ്ടു. വയസ്സ് ഇവനെ കണ്ടത് ജസ്റ്റ് ഡ്രൈവർ കടുവനെ കണ്ടിന് താങ്ക് യു. ആരെ കണ്ടു? ഓനും കണ്ടു. കടുവനെ കണ്ടോല് കുറെ ആൾക്കാരുണ്ട്. നമ്മള് കണ്ടില്ലല്ലേ? ഇത് കണ്ടോ? പക്ഷെ സംഭവം എന്തോ ഒരു മിന്നായം പോലെ പോയി. എന്താ സംഭവം എന്നറിയില്ല. ഇവിടെ നല്ല സുഖമുള്ള പരിപാടികൾ കുറെ ഉണ്ട്.
എന്താ എനിക്കുള്ളത്? ഓ. ഇതെന്താ വെറുതെ പുളിക്കത്തിനാണ്? എന്താ വേണ്ടിയത് എനിക്ക്? ഇല്ല, ഓന് വികാര ജീവിയല്ല. എന്താടാ ഇതുണ്ടോ പഠിച്ചോലെ? എന്താ ഇതെന്താ? ഏതായാലും ഇവിടെ കുറച്ച് ഷോപ്പിംഗ് ഉള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ റെസ്റ്റോറന്റ്. ഇത് റെസ്റ്റോറന്റ് തന്നെ അല്ലേ? ഇതാണ് നിങ്ങള് നമ്മളെ ഇതെന്താ സംഭവം? ഇത് കോരിയല്ലേ? കയ്യില് ഇതെന്താ താവേ? എന്താണോ സാധനങ്ങൾ കണ്ടില്ലേ? ഇതെന്താ പുറം മാന്തി? അതൊന്ന് മാന്തി കൊടുത്താ അതുണ്ട് ഒരു മിനിറ്റ് എന്തോ പറയുന്നുണ്ട്. എന്താണ്? അതായത് നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങളിൽ മരത്തിന്റെ തവി ഉപയോഗിക്കാൻ പറ്റുന്ന അത് നമ്മളെ വീഡിയോസ് ഏതെങ്കിലും പെണ്ണുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ സാധനം എവിടെ യൂസ് ചെയ്യാന്നുള്ളത് കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? സ്റ്റീലാണ് അതിന്റെ എന്താടാ അതെന്താ പമ്പര? ഏതാലേ എന്താടാ ഇതാണ് ബൂസ്റ്റ്, അതെ ഇത് ഹോർലിക്സ്, ഇതാണ് പമ്പരം. പണ്ട് കാണാൻ എന്താ വെറൈറ്റി സാധനേ അത്. എന്റെ അതന്നെ ഇത് കറക്റ്റ് ആണ്. അനുസരിന്റെ മാർക്ക് ബ്ലോഗ് കൊടുക്കുന്നുള്ള പ്ലാനിങ് ആണ്. അത്യാവശ്യം വീട്ടിക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്താണ് ഇതെന്താ എന്താ സംഭവം? എന്താണ് കീച്ചേനോ? ഒരു സ്ഥലത്തേക്ക് പോകുന്നത് വണ്ടിയിൽ നിന്ന് കഴിക്കപ്പത്താ ഇതെടുക്കേ? എന്താ എടുക്കണ വണ്ടിയിൽ നിന്ന് കഴിക്കാം? ചക്കപ്പൊരിയോ? മതിയോ? ഗൈസ് അവിടെ എന്തോ ഉണ്ട്. എന്താണ്? അതെ ഇവിടെ വിവിധ തരം ഗ്ലാസുകളുണ്ട്. ലൈറ്റ് എത്തുക അന്ന് കത്തിച്ചാണ്. അതെ ഈ റെസ്റ്റോറന്റ് പേര്. അപ്പൊ ഗൈസ് നമ്മളെ ഹരിതഗിരി റെസ്റ്റോറന്റിൽ അതിന് നിങ്ങൾ വരുമ്പോ ഇവിടെ കയറി കൊണ്ട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ.